നമസ്കാരം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന യാത്രാ പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. മലമ്പുഴയിൽ നിന്നും ഞങ്ങൾ ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒറ്റപ്പാലത്തെത്തിയിരിക്കുകയാണ്. ഒറ്റപ്പാലം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, മലയാള സിനിമയിലെ ഒട്ടുമിക്കൻ നാടൻ കഥകളും ചിത്രീകരിച്ചിട്ടുള്ള സ്ഥലമാണ് ഈ ഒറ്റപ്പാലം. ഒറ്റപ്പാലത്തിന് മറ്റും പല പ്രത്യേകതകളും ഉണ്ട്. ധാരാളം മനകളുള്ള സ്ഥലം കൂടിയാണ് ഒറ്റപ്പാലം. വരിക്കാശ്ശേരി മന ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതായാലും ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നോക്കുന്നുണ്ട്. ഈ ഭാരതപ്പുഴ, ഇത്രയും വിശാലമായ ഭാരതപ്പുഴ, കുറച്ച് വെള്ളമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വേനലിൻ്റെ കാഠിന്യം കൊണ്ടാവണം, അല്ലെങ്കിൽ ഭാരതപ്പുഴ നിറഞ്ഞൊഴുകുമ്പോൾ ഉള്ള ഒരു ഐശ്വര്യം നമുക്കിവിടെ നിന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ഭാരതപ്പുഴ ഇത്രയും നിറഞ്ഞൊഴുകുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു വ്യൂ എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഒറ്റപ്പാലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇനി കുറച്ച് നേരം ഉൾപ്പെടുത്താൻ പോകുന്നത്. ഭാരതപ്പുഴ കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ കഴിയും, ഇവിടെ ഈ മണൽത്തിട്ടകൾ കാണുന്നുണ്ടല്ലോ, ഇതിൻ്റെ പല സീസണുകൾ, അതായത് വ്യത്യസ്ത ഭാവങ്ങളുള്ള ഒരു നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിൽ തന്നെ രണ്ടാമത്തെ നീളം കൂടിയ നദികൾ ആണ് ഭാരതപ്പുഴ. നമുക്ക് മറ്റ് വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ, ഈ ഭാരതപ്പുഴയ്ക്ക് ചുറ്റും കലാരൂപങ്ങൾ ധാരാളം ഉടലെടുത്തിട്ടുണ്ട്. നമ്മൾ ഓട്ടം തുള്ളൽ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലവും ഇതിനോട് അനുബന്ധിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലാണ്. മാത്രമല്ല, ഇത് പശ്ചിമഘട്ടങ്ങളിൽ നിന്നുള്ള നീർച്ചാലുകളിൽ നിന്ന് തുടങ്ങി മലപ്പുറം, പാലക്കാട് ജില്ലകളിലൂടെ ഒഴുകി ഇത് അറബിക്കടലിലെത്തുന്നു. അപ്പോൾ ഇത് നമ്മളെ സ്വന്തം നദിയാണ് ഭാരതപ്പുഴ എന്ന് പറയുന്നത്. നമുക്ക് ഈ കാണുന്നത് പോലെ ഓരോ സീസണിലും ഭാരതപ്പുഴയ്ക്ക് ഓരോ ഭാവങ്ങളാണ്. ഇത് നിറഞ്ഞൊഴുകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭാഗം, ഇത് സമ്മറായി ഇരിക്കുമ്പോൾ ഈ മണൽത്തിട്ടകൾക്ക് ആൾക്കാർക്ക് കളിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ്. മണൽത്തിട്ടകളാണ്, നല്ല നീളത്തിനുള്ള മണൽത്തിട്ടകളുണ്ട്. അങ്ങനെ ഓരോ സീസണിലും ഓരോ ഭാവങ്ങളുള്ള ഒരു നദി കൂടിയാണ് ഈ ഭാരതപ്പുഴ. ഒറ്റപ്പാലത്ത് വരുമ്പോൾ ഒരു പ്രധാന ആകർഷണ സ്ഥലമാണ് വരിക്കാശ്ശേരി മന. ഈ വരിക്കാശ്ശേരി മനയെക്കുറിച്ച് ശരിക്കും എല്ലാവരും കേട്ടിരിക്കും. എത്രയോ സിനിമകളിൽ നമ്മൾ ഈ സീൻ കണ്ടിരിക്കുന്നു. ഒട്ടുമിക്ക സീനുകളും ഏതെങ്കിലും രാജാക്കന്മാരുടെ അല്ലെങ്കിൽ പുരാതന തറവാട്ടിൻ്റെയോ ഒക്കെ സീൻ എടുക്കുമ്പോൾ ഡെഫിനറ്റായിട്ട് നമുക്ക് ഈ ഒരു ചിത്രം നമ്മൾ മനസ്സിൽ വരും. മോഹൻലാലിൻ്റെ ദേവാസുരം തുടങ്ങി ഒട്ടനവധി സിനിമകൾ ഇവിടെ വെച്ചിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. മിക്കവാറും അഡ്വർടൈസ്മെൻറ്റുകളും സിനിമകളും സീരിയലുകളും ഇവിടെ തന്നെയാണ് ചിത്രീകരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രധാന വരുമാനവും തോന്നുന്നു. അതുകൂടാതെ ഇതിനകത്ത് നമുക്ക് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എൻട്രി ഉള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തെല്ലാം ചുറ്റി കാണാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ വാസ്തുവിദ്യ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ തനതായ വാസ്തുവിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം, ഓടുകൾ മേഞ്ഞതാണ് ഇത് ഈ കാണുന്നതെല്ലാം. പിന്നെ ഈ തൂണുകളെല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള മരത്തിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. വിശാലമായ അകത്തളമുണ്ട്. അകത്ത് കയറി നോക്കാം. ഇങ്ങനെ വിശാലമായൊരു അകത്തളത്തിന് ഈ സ്വാഭാവികമായ വായുവും വെളിച്ചവും ലഭിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. നമുക്കിതിനകത്തോട്ട് കയറി ഇതിൻ്റെ വിശേഷങ്ങൾ ഒന്നുകൂടി കാണാം. ഈ ചാരുകസേര ഓർമ്മയുണ്ടല്ലോ, വരിക്കാശ്ശേരി മനയിൽ മോഹൻലാൽ തമ്പുരാനായി എത്രയോ ചിത്രങ്ങളിൽ അഭിനയിച്ച് തകർത്ത ഒരു ചരിത്രമാണ് ഈ ചാരുകസേരയ്ക്കുള്ളത്. വഴി മാറടാ മുണ്ടയ്ക്കൽ ശേഖര. നമുക്ക് കേൾക്കുന്നില്ല, എന്നാലും കുറച്ച് മീശയൊക്കെ വെച്ച്
പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏക്കുമായിരിക്കും. അങ്ങനെയുള്ള എത്രയോ സീനുകൾ എടുത്തിട്ടുള്ള സ്ഥലമാണ് ഈ വരിക്കാശ്ശേരി മനയിലെ ഈ ചാരുകസേരയും ഈ ഏരിയയും. ഇവിടെ ഇതിന് മുമ്പിൽ നടന്നിട്ടുള്ള എത്രയോ നൃത്തങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു. നമ്മൾ ഏത് ചിത്രം എടുത്താലും, പണ്ടത്തെ പുരാതന കാലത്തുള്ള ചരിത്രപരമായ ചിത്രങ്ങളെടുത്താലും, അല്ലെങ്കിൽ ആഢ്യത്വമുള്ള കുടുംബത്തിൻ്റെ ചിത്രമെടുത്താലും ഈ മനയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ മാത്രമല്ല, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ എല്ലാ ചിത്രങ്ങളിലും ഈ മന ഒരു ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ വരുമ്പോഴുള്ള നമുക്ക് സന്തോഷം തോന്നുന്നത്. ദേവാസുരത്തിൽ രേവതി നൃത്തം ചെയ്യുന്ന സ്ഥലം ഇതാണ്. ഇവിടെ വെച്ചിട്ടാണ് ഈ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം ചിലങ്ക അഴിച്ചു വെച്ചിട്ട് ഇനി നൃത്തം ചെയ്യത്തില്ല എന്ന് ശബ്ദമെടുക്കുന്ന രംഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഈ കാണുന്നത്, വരിക്കാശ്ശേരി മനയിലെ ഈ സ്ഥലം. ഇത് പഴയ കാലത്തെ ഇല്ലങ്ങളുടെ ഒരു പ്രൗഢി കാണിക്കുന്നതിന് ഉത്തമ ഉദാഹരണമാണ്. നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റത്തടിയിൽ അവർ ഇത്രയും അധികം കൊത്തുപണികൾ ചെയ്ത് ഇതുപോലത്തെ എല്ലാം തടിയിലുള്ള തൂണുകളാണ് ഇവിടെ എല്ലാം കാണുന്നത്. മാത്രമല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഫ്രണ്ട് ഡോറിന് തന്നെ എന്തുമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൊത്തുപണികളും അത്ര സ്ട്രോങ് ആയിട്ടാണ് അന്ന് അവർ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത്രയും വർഷം ഇത് നിലനിൽക്കുന്നു, ഇപ്പോഴും ഇത് ഉപയോഗയോഗ്യമാണ് എന്നുള്ളതാണ്. വേണമെങ്കിൽ നമുക്കിവിടെ താമസിച്ച് പഴയ പോലെ തന്നെ താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കെട്ടിടം കൂടിയാണ്, മന കൂടിയാണ് ഈ വരിക്കാശ്ശേരി മന. ഇത് വരിക്കാശ്ശേരി മനയുടെ അകത്തുള്ള കിച്ചനോട് അനുബന്ധിച്ചിട്ടുള്ള റൂമാണ്. നമ്മൾ ഇതെല്ലാം പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. ഇവിടെ ഇത് കിണറാണ്. ഡയറക്റ്റ് കിച്ചണിൽ തന്നെ ആ കിണറിൽ നിന്ന് വെള്ളം കോരാൻ പറ്റും. ഈ അരി ആട്ടുന്ന ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. രാപ്പകൽ എന്ന ചിത്രത്തിൽ മമ്മൂക്ക അരിയാട്ടുന്ന ഒരു രംഗമുള്ളത് ഇവിടെയാണ്. പിന്നെ ഇവിടുത്തെ കിച്ചൺ വളരെ പ്രസിദ്ധമാണ്, പല സിനിമകളിലും കണ്ടിട്ടുള്ളതാണ്. ഇവിടെയാണ് ഇതിൻ്റെ കിച്ചൺ ഏരിയ വരുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വലിയ അടുപ്പുകളാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും തീ താഴെ നിട്ട് കഴിഞ്ഞാൽ വലിയ വാർപ്പ് പോലെ വയ്ക്കാനുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അന്ന് മുതലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചെറിയ കുക്കിംഗ് ഒന്നും അല്ല ഇവിടെ നടന്നിട്ടുള്ള, എല്ലാം വാർപ്പിലുള്ള വലിയ കുക്കിങ്ങാണ്. കുറേ ആൾക്കാർക്ക് ഒരുമിച്ച് കുക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണെന്ന് ഈ കിച്ചൺ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും. ഈ വരിക്കാശ്ശേരി മനയുടെ അകത്ത് വരുമ്പോൾ 4 കെട്ടിൻ്റെ അകത്തളം കാണാം. കാര്യം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നാച്ചുറലായിട്ടുള്ള എയറും വെളിച്ചവും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ റൂമുകളെല്ലാം ഈ 4 ടൈം വന്നു കഴിഞ്ഞാൽ ജനറലായിട്ട് നമ്മൾ ഫ്രണ്ട് റൂം എന്നൊക്കെ പറയുന്നതൊക്കെ അവിടെ ഇറങ്ങിയിരിക്കാനും അതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ വെളിച്ചം കിട്ടാനും ശുദ്ധവായു കിട്ടാനുമുള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഏത് റൂമിൽ നിന്ന് എവിടെ നിന്ന് ഇറങ്ങി വന്നാലും നമുക്കിവിടെ എത്താൻ കഴിയും. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത.
വരിക്കാശ്ശേരി മനയിലെ മറ്റൊരു ബിൽഡിങ്ങാണ് ഈ പുറകിൽ കാണുന്നത്. ഇതും പല സിനിമകളിലും നമുക്ക് കല്യാണ സൗഗന്ധികം എന്നൊക്കെ പറയുന്ന സിനിമയിൽ ഇത് വളരെ വിസിബിളായിട്ട് കാണിക്കുന്ന ഒരു കെട്ടിടമാണ്. അപ്പോൾ ഇങ്ങനെ ഇത് കൂടാതെ വേറെ കെട്ടിടങ്ങളും ഇതിനോട് അനുബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ് ഈ വരിക്കാശ്ശേരി മനയുടെ വ്യത്യാസം. വരിക്കാശ്ശേരി മനയിൽ നമ്മൾ കുളത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രവും ഉണ്ട്. ഇത് വൈകുന്നേരം തുറക്കത്തുള്ളൂ. നമ്മളിപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ വന്നതാണ്. ഏതായാലും ഒരു ക്ഷേത്രവും ഇവിടെ ഉണ്ട്. മാത്രമല്ല ഇവിടെ വന്നപ്പോൾ വരിക്കാശ്ശേരി മനയിൽ വന്നപ്പോൾ കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല വരിക്കാശ്ശേരി മന കാണാൻ വേണ്ടിയിട്ട് ഇത്രയും അധികം ആൾക്കാർ ഡെയിലി ഇവിടെ വരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും പോയി പറയുന്നതായിരിക്കുമല്ലോ. വരിക്കാശ്ശേരി മന നമ്മൾ സിനിമകളിൽ കാണുന്നുണ്ടെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് വരിക്കാശ്ശേരി മന. കുളക്കടവാണ് ഈ കാണുന്നത്. ആ കാലത്തെല്ലാം നമ്മൾ ആഠ്യത്വം കാണിക്കുന്നത് വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് പറയുന്നതിന് തുല്യമാണ്. ഇതെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. നമുക്ക് എത്ര ആൾക്ക് വേണോ ഒരുമിച്ച് ഇവിടെ സ്വിമ്മിങ് ചെയ്യാൻ സാധ്യതയുള്ള കുളമാണ്. ഇപ്പോൾ എനിക്കൊന്ന് ഇവിടുത്തെ സന്ദർശകരുടെ എണ്ണം കൂടിയത് കൊണ്ടാവണം ഇവരിപ്പോൾ അകത്തേക്ക് കടക്കുന്നില്ല. അത് ഗേറ്റ് ഇട്ട് പൂട്ടിയിരിക്കുകയാണ്. ഒറ്റപ്പാലത്ത് വരുമ്പോൾ ഈ വരിക്കാശ്ശേരി മന ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. കാരണം പഴയ കാലത്തെ ഒരു ജീവിത രീതിയും അന്നത്തെ ആഢ്യത്വവും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ കഴിയും. ഒരുപക്ഷെ നമ്മൾ പല സിനിമകളിലും ഇത് കാണുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഓരോ കോണും ഓരോ സെറ്റിന് ഉചിതമായിട്ടുള്ളതാണെന്ന് എല്ലാ സിനിമാ ഡയറക്ടേഴ്സിനും അറിയാം. കാരണം ഇതിൻ്റെ ഈ ഫ്രണ്ട് പാർട്ട് മാത്രമല്ല, ഇതിൻ്റെ ഓരോ വശങ്ങളും പല പല സിനിമകളിൽ വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ എണ്ണമറ്റ സിനിമകളുണ്ട്. മലയാളം മാത്രമല്ലല്ലോ, മറ്റെല്ലാ ഭാഷകളിലും ധാരാളം എടുത്തിട്ടുണ്ട്. ഈ കോമ്പൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേ അനുയോജ്യമായ പല പല ബിൽഡിങ്ങുകൾ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ വലിയൊരു കുളവും ഇവിടെയുണ്ട്. ഇതെല്ലാം സിനിമാ സെറ്റിന് പറ്റിയ ഇടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സിനിമയെ കാണുന്ന കണക്കല്ലല്ലോ, റിയലായിട്ട് വന്ന് ഇതൊന്ന് ഫീൽ ചെയ്യാൻ പറ്റിയ സ്ഥലം കൂടിയാണ് ഈ വരിക്കാശ്ശേരി മന. പാലക്കാട് വരുന്നവർ പ്രധാനമായി കാണുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് കോട്ട അഥവാ ടിപ്പു സുൽത്താൻ കോട്ട. ഇത് ടിപ്പു സുൽത്താൻ കോട്ട എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും 1766 ടിപ്പു സുൽത്താൻ്റെ
പിതാവാണ് ഈ കോട്ട നിർമ്മിച്ചത്. കരിങ്കല്ലിൽ നിർമ്മിച്ച് ചതുരാകൃതിയിലുള്ള ഒരു കോട്ടയാണിത്. ടിപ്പു സുൽത്താൻ യഥാർത്ഥത്തിൽ ഈ കോട്ട ഒരു സൈനിക താവളമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. മൈസൂർ രാജാവും ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച കോട്ട കൂടിയാണിത്. നമ്മൾ ഈ കോട്ടയിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രവേശന കവാടം തന്നെയാണ്. അത് വളരെ ലെങ്തി ആയിട്ടുള്ളതാണ്. മാത്രവുമല്ല ഇതിനകത്തൊരു ഹനുമാൻ കോവിലുണ്ട്, അത് വലിയ പ്രത്യേകതയാണ്. ഈ കോട്ടയ്ക്ക് 4 ചുറ്റാകുമുള്ള കിടങ്ങുകൾ വളരെ പ്രസിദ്ധമാണ്. പല കോട്ടകളിലും ഇത്രയും വലിയ കിടങ്ങുകൾ ഇല്ലായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. കോട്ടയിലേക്ക് കയറി വരുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഇങ്ങനെ ഒരു കെട്ടിടമാണ് കാണുന്നത്. അത് കാണുമ്പോൾ തന്നെ അറിയാം പണ്ട് പട്ടാളക്കാർ താമസിച്ചിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ പല സിനിമകളിലും ഇത് ജയിലുകളായിട്ടൊക്കെ ഒരു സെറ്റിട്ട് ചെയ്യാറുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അത്രയും പഴക്കമുള്ള പഴയ സീനുകളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത്. 1766 നിർമ്മിച്ച കോട്ടയാണെങ്കിലും അന്ന് തൊട്ടേ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്നും പുതുതായിട്ടിരിക്കുന്ന രീതിയിലാണ്. അത്രയും ശക്തമായിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. ഇപ്പോൾ ഇത് പുരാവസ്തുവിൻ്റെ അണ്ടറിൽ വരുന്നത് കൊണ്ട് എന്നിരുന്നാലും നമ്മൾ പല പുരാവസ്തു സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും ഇത് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ ടിപ്പുവിൻ്റെ കോട്ട എന്ന് പറയുന്നത് പാലക്കാട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. വിശേഷിച്ച് ഈ ചരിത്രം പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അത് ഏറെ ഗുണം ചെയ്യുമെന്നുള്ളതാണ്. നമുക്ക് ഈ മരങ്ങളെല്ലാം നോക്കിയാൽ തന്നെ മനസ്സിലാകും ഇതിനെല്ലാം 100 കണക്കിന് വർഷത്തെ പഴക്കമുണ്ടെന്നുള്ളതും. ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അന്ന് ഇതിൻ്റെ ക്യാമ്പ് ഓഫീസർ താമസിച്ചിരുന്ന സ്ഥലമാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അന്നത്തെ പട്ടാളത്തിൻ്റെ മെയിൻ ആൾക്കാർ താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. സാധാരണ കോട്ടകളെന്നൊക്കെ പറയുമ്പോൾ കടലിനടുത്തോട്ടാണ് വരുന്നത്, കടലിനെ ഫേസ് ചെയ്തിട്ടൊക്കെയാണ് കോട്ടകൾ വരുന്നത്. പക്ഷേ പാലക്കാട് കടലില്ലല്ലോ. അതുകൊണ്ടും എന്നിരുന്നാലും നമുക്കിവിടെ കാണാം, ഇതിപ്പോൾ പീരങ്കികൾ വയ്ക്കാനുള്ള സ്ഥലങ്ങൾ ഈ 4 ചുറ്റായും കാണാം. ഈ അന്നൊക്കെ എത്ര രാജാവെന്ന് പറഞ്ഞാലും എന്നും യുദ്ധഭീഷണിയാണല്ലോ. മറ്റ് രാജാക്കന്മാരിൽ നിന്നും അധിനിവേശക്കാരിൽ നിന്നും എല്ലാം ഇങ്ങനെ ഭീഷണി
വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാവാം ഈ 4 ചുറ്റാകെയും ഉള്ള ഈ ട്രഞ്ച് ഉണ്ടല്ലോ, അത് വളരെ വിശാലമാണ്. അത് കടന്നിപ്പുറത്ത് വരിക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായ ജോലിയാണ്. പാലക്കാട് വരുമ്പോൾ പാലക്കാടിൻ്റെ സെൻട്രലിൽ തന്നെയാണ് ഈ ടിപ്പു സുൽത്താൻ കോട്ട സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ ഒന്ന് കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ്. ഈ കോട്ടയെന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ സ്ക്വയർ ഷേപ്പിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും 4 ചുറ്റാകെയും ഒരു വളരെ വിസ്തൃതമായ കിടങ്ങുകളുണ്ട്. അതാണ് ഈ കോട്ടയെ മറ്റ് കോട്ടകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അത് ഇന്നും അവർ മെയിൻറ്റെയിൻ ചെയ്ത് അതിൽ ഇപ്പോഴും വെള്ളമെല്ലാം ഉണ്ട്, ക്ലീനായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ശരിക്കും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ്. ഞങ്ങൾ ഏതായാലും പാലക്കാടിൻ്റെ മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്.